ഹായ്, വെൽക്കം ടു ആര്യ രാജ്. പിന്നെ ഞാനെന്നേ 2 ചെടികൾ നടാൻ പോകണം, വേറെ സാധനം കൂടെ നടാൻ പോകുന്നു. പിന്നെ കുറച്ച് വിശേഷങ്ങളുണ്ട്, വരൂ എല്ലാം കണ്ടാലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വരൂ. ഇവിടെയും ഞാൻ ഓരോ ചെടികൾ നടാൻ പോവുകയാണ്. കണ്ടോ, ഇവിടെ ഒരു ചെടി, അവിടെ ഒരു ചെടി. ചെറുതായിട്ടൊന്ന് കുഴിച്ചു, ബാക്കി കൂടെ കുഴിയൊന്ന് വലുതാക്കണം. ഇവിടെ വെയിലുണ്ട്, പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു ഈ സൈഡിൽ നടണ്ട. എനിക്ക് ഇവിടെ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമുണ്ട്. ഈ മതിൽ വഴി ആ മതിൽ വഴി എങ്ങനെ പോകും. പക്ഷെ ഇവിടെ വരില്ല. ഇവിടെയൊക്കെ നമ്മൾ മുള്ളാനിരിച്ചിരിക്കുന്നത് ഇവിടെയൊന്നും വരില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ നട്ടാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. എന്നാലും ഇവിടെ നടാന്ന് വിചാരിച്ചു. ഇവിടെ അമ്പഴങ്ങയും പിണംപുളിയും. മീനിലൊക്കെ പിണംപുളി ഇട്ട് വെച്ചാൽ എന്ത് ടേസ്റ്റും കൂടിയാണ്. മീനിലൊക്കെ ഇവിടെ നല്ലതാണ്. ഈ വടക്കോട്ടൊക്കെ ഉള്ളവരങ്ങ് കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ അവർ സ്ഥിരം മീനിൽ പിണംപുളിയാണ് ഇടുന്നത്. നമ്മളിടുമ്പോൾ വാളംപുളി ഇടാറില്ല. അതുകൊണ്ട് അവർക്കൊക്കെ അത്യാവശ്യമാണ്. പിണംപുളിയാണ് ഇത്. കണ്ട, പിണംപുളി തൈയാണ്. ഇങ്ങനെ ഇരിക്കും, കറകറായിട്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് കുറച്ച് വളമൊക്കെ ഇട്ട് ഇതിവിടെ നടാം. അകലയകലയാ സൗന്ദര്യത്തിൻ അളക നന്ദയുടെ തീരത്ത് തങ്കക്കിനാവുകൾ താലമെടുക്കും താരുണ്യ സങ്കൽപ്പ മദനോത്സവം പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. കുറച്ച് കരിയിലാദ്യം കരിയില അഴിവ് പിടിക്കുമ്പോൾ ഈ മണ്ണിന് കുറച്ചുകൂടെ ഇളക്കം കിട്ടും. അത് പാല് പോലെ ഇങ്ങനെ ഇരിക്കും. ചെമ്മണ്ണാണെങ്കിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് കരിയിലൂടെ, എന്നിട്ട് കുറച്ച് കോഴിക്കാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഈ അറുത്ത് വച്ചിരിക്കുന്ന എന്നെടുത്ത് അതിലോട്ട് വച്ചു കൊടുക്കാം. കണ്ട, പിണംപുളി. ഈ പുളി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ, പക്ഷെ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പുളി ഇട്ട് വയ്ക്കുന്ന മീൻ കറി കൂട്ടണം, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാവോ. നല്ല ടേസ്റ്റാണ് ഈ പിണംപുളി ഇട്ട് വയ്ക്കുന്ന മീൻ കറി. ഞങ്ങൾ സാധാരണ വാളംപുളി ഇടും, പിണംപുളി ഇടും, അങ്ങനെ 2 പുളിയും കൂടെയാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നത്. എന്തൊരു ടേസ്റ്റാണ് അങ്ങനെ വയ്ക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊടിച്ച് കയറും തോറും കുറേ കൂടെ വളം ഇടാം. ഇപ്പം ഞാൻ കോഴിക്കാരെ മാത്രമേ ഇട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ക്രമേണ ഇടാം. ഇവിടെയാണ് അമ്പഴങ്ങ. അമ്പഴങ്ങാന്ന് വെച്ചാൽ ഒരു അമ്പഴങ്ങ തന്നെയാണ്. അമ്പഴങ്ങ നമുക്ക് ഉപ്പിലിട്ട് ചില ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു അമ്പഴങ്ങ എടുത്ത് തിന്ന് വെള്ളം കുടിക്കും, നല്ല ടേസ്റ്റാണ്. സാധാരണ കായവും മഞ്ഞപ്പൊടിയും കാന്താരി ആണെങ്കിൽ കാന്താരി അതും കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് വച്ചിരിക്കണം, നല്ല ടേസ്റ്റാണത്. പിന്നെ അച്ചാർ വയ്ക്കാൻ മാങ്ങ തോറ്റു പോകും. മാങ്ങ അച്ചാർ വയ്ക്കില്ലേ നമ്മൾ, അത് തോറ്റു പോകും. അത്രയ്ക്ക് നല്ലതാണ് ഈ അമ്പഴങ്ങ അച്ചാർ, നല്ല ടേസ്റ്റാണ്. കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇത് അമ്പഴങ്ങ തൈ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇവിടെ എങ്ങും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇപ്പം നമ്മൾ കുഴിപ്പള്ളത്ത് പോയപ്പോഴാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇത്ര ഒരു കുഴി മതി,
കണ്ടോ. എന്നിട്ട് നമുക്കിത് ഇവിടെയൊക്കെ വളം ഇട്ട് പൊടിച്ചതിന് ശേഷം ഇവിടെ ചുറ്റും വീണ്ടും കൊത്തി കൊത്തി ഇളക്കി വളം ഇട്ടിട്ട് കൊത്തി ഇളക്കി അണക്കിട്ട് കയ്യിലിട്ടിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇത് ഇതിലോട്ട് കുറച്ച് കോഴിക്കാരം തന്നെ ഇടാം. കോഴിക്കാരമാണ് ഏറ്റവും ബെസ്റ്റ് വളം. മറ്റേക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ നമുക്ക് മീതെ പിന്നെ പുറത്തിട്ട് കൊടുക്കാം. കുറച്ചിട്ടതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ടിട്ട് നമുക്ക് അമ്പഴങ്ങയെ നമുക്ക് ഇവിടെ നടാം. ഈ അമ്പഴങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നടുമ്പോലുള്ള ഗ്രോ ബാഗോ കവറോ ഒന്നുമല്ല, ഇത് ചാക്കാണ്. ഇതിലാണ് ഒരു അമ്പഴങ്ങ മൊത്തം വിൽക്കാൻ ഇങ്ങനെ വച്ചിരിക്കുന്നത്. എന്താ അത് മണ്ണ് നോക്കിയേ, കളിമണ്ണ് പോലത്തെ മണ്ണാണ്. ആർത്ത് കാണിച്ചില്ല, എന്തോ പ്രത്യേകതയുണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഒരു സെയിൽസിന് തന്നെ അവരിങ്ങനെ വച്ചിരിക്കുന്നത്. ചാക്കിൽ വെച്ചിട്ട് കളിമണ്ണ് വെച്ചാണ്. ഒരു പാട് അറുത്തെടുക്കാൻ തന്നെ നല്ല പാടുണ്ട്. കവർ കീറി വരുന്നില്ല, വെച്ച് ചാക്കായതുകൊണ്ട് എനിക്കൊരു പാട്. കളിമണ്ണ് പോലുള്ള മണ്ണാണ്, സാധാ മണ്ണല്ല. ഇങ്ങനെയാണ് അമ്പഴങ്ങ നടുന്നത്. ബഡിങ്ങാണ്, അതുകൊണ്ട് കായ്ക്കും പെട്ടെന്ന്. ബഡ് ചുറ്റിക്കെട്ടിയൊക്കെ വച്ചിരിക്കുകയാണ്. ബഡ് ചെടിയാണ്. ഇതിനെയും ഇതിലോട്ട് നട്ടു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് നുടച്ചത്. ഇത് പാറ പോലെ സിമൻ്റ് ഇട്ട് വെച്ചിരിക്കും പോലെയാണ് ഇരിക്കുന്നത്. എന്താ സിമൻ്റ് ഇട്ട് വെച്ചിരിക്കും പോലെയാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശകലം ഒന്ന് അടർത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പൊടിച്ച് വരാൻ ഇത്തിരി പാടായിരിക്കും. നടത്തിയിട്ട് ഇതിലോട്ട് വെച്ച് മണ്ണിട്ട് കൊടുക്കുക. മണ്ണും ചവറും എല്ലാം ഇട്ട് വലിയ ചെടിയായതുകൊണ്ട് പൊതയൊന്നും വേണ്ട. നമ്മൾ അടിയിൽ കരിയില ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അസൽ കൈ സിമൻ്റ് ഇട്ടതുപോലെ, സിമൻ്റ് പോലെയാണ് ഇരിക്കുന്നത്. അച്ചാറൊക്കെ വയ്ക്കാൻ പറ്റിയതാണ്. നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് മാങ്ങ സീസൺ അല്ലാത്തപ്പോഴും ഇത് അച്ചാർ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ രാവിലെ 2 എണ്ണം നട്ടു കഴിഞ്ഞു. ഇനി വേറൊരു സാധനം കൂടെ നടാറുണ്ട്, അത് കാണണം. വരും. ഇവിടെയാണ് ഞാൻ അടുത്ത സാധനം നടാൻ പോകുന്നത്. ഇവിടെ ഞാൻ മുമ്പ് കീര നട്ടിരുന്നതാണ്. കണ്ട, ആ മണ്ണൊക്കെ കീരയൊക്കെ പോയി നല്ല ഇളക്കമുള്ള മണ്ണ് ഇങ്ങനെയായി മണ്ണാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് കുറച്ച് ഉര വെച്ച് വെച്ച് കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ എന്താ ഇത് കണ്ട, സൂഡോമോണസും ചകരിച്ചോറും എല്ലുപൊടി എടുത്തില്ല. എല്ലുപൊടി ഇപ്പോൾ അത് ഇടുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടപ്പോൾ പുഴുക്കണം കേട്ടോ. എല്ലുപൊടിയും പുഴുക്കണം, കോഴിക്കാരവും പുഴുക്കും. കൊച്ചു വിത്തുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. വേപ്പും പിണ്ണാക്കും വളക്കൂട്ടും സൂഡോമോണസും ചകിരിച്ചോറും ചാണകപ്പൊടി, ഇത്രയും മതി. ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മീതെ ഇട്ട് ചെറുതായിട്ട് മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ നടന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ നടന്ന ഈ ചെറിയ വിത്ത് ഐറ്റങ്ങളൊക്കെ അടിയിലോട്ട് അധികം പോകാൻ പാടില്ല, മീതെ തന്നെ ഇരിക്കണം. അധികം അടിയിലോട്ട് പോയാൽ കിളുത്ത് വരാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ചെറിയ ഇലയല്ലേ അതിന്, അപ്പോൾ അത് കിളുത്ത് വരാൻ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ മീതെ തന്നെ നിൽക്കുന്നത്. മണ്ണിന് നല്ല ഇളക്കം വേണം. അതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണായാലും കണ്ട ഇങ്ങനെ ഇളക്കണം, എങ്കിലേ അത് പൊടിച്ചു വരികയുള്ളൂ. നല്ല പരുവത്തിന് മണ്ണിനെ പരുവാക്കി എടുക്കുക. അതിനുശേഷം ഇത് കണ്ട, ഇതാണ് ഞാൻ നടാൻ പോണത്. ഇത് മല്ലി, പച്ചക്കൊത്ത മല്ലി കണ്ട. ഇന്നലെ മൊത്തം ഇതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനെ നമുക്ക് ചെറുതായിട്ട് 2ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ കമ്പോ എന്തെങ്കിലും വെച്ചൊന്ന് ഇതിനിങ്ങനെ ഉരുട്ടി കൊടുക്കണം. അപ്പോൾ പൊടിഞ്ഞു വരും. ഇങ്ങനെ
ഉരുട്ടി ഒന്ന് പൊടിക്കണം. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ചെറുതായിട്ടൊന്ന് പൊടിക്കണം. പൊടിച്ചിട്ട് ഇതിലോട്ട് വിതറി കൊടുക്കണം. ഈ പച്ചക്കൊത്തോലി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതളായിട്ട് വന്ന് അടർത്തിയെടുക്കാം. കുറേ നാൾ ഈ പച്ചക്കൊത്തോലി നിൽക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് നട്ട് വളർത്താനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഈ പച്ചക്കൊത്തോലിയെ പിഴുതെടുക്കരുത്. കഴിയണതും ഇതിൻ്റെ ഇലകൾ ആവശ്യത്തിന് നമ്മളൊന്ന് അടർത്തി എടുക്കണം. ഇതിൻ്റെ പുറത്തൂടെ വീണ്ടും കുറച്ച് ഈ മിശ്രിതം ഇതെടുക്കണം. മണ്ണിൽ ഇളക്കാൻ വേണം, എങ്കിലേ പൊടിച്ച് കയറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. നല്ല ഇളക്കമുള്ള മണ്ണായാലേ ഇത് പൊടിച്ച് വരുള്ളൂ. കോഴിക്കാരല്ല ഈ ചാണകപ്പൊടി വേണം ഇതിന്. അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. എടുത്ത് ഒഴിക്കരുത് വെള്ളം. നമ്മൾ നല്ല കൈ കൊണ്ട് തളിക്കുകയോ അല്ലെങ്കിൽ കുപ്പിയിൽ വെച്ച് ഇല്ലെങ്കിൽ സ്പ്രെയർ വെച്ച് തളിച്ച് കൊടുക്കുകയോ ചെയ്യാവൂ. കുത്തനെ എടുത്ത് തളിക്കരുത്. പൊടിച്ച് വന്നാലും തളിക്കാൻ പാടില്ല. ഇത് ഒരിക്കലും ഇതിൽ കുത്തനെ ഒഴിക്കാൻ പാടില്ല. വലുതായാലും പൊടിച്ച് എങ്ങനെയായാലും ഇതിലങ്ങനെ തളിക്കാൻ പാടില്ല. മഴ തൂറ്റിയാൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റി, മഴ ഏക്കാത്ത സ്ഥലത്ത് മാറ്റി ഇങ്ങനെ പൊടിച്ചിരി വലുതാവണം വരെ. ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ മഴയത്തൊന്നും വയ്ക്കരുത്. അങ്ങനെ നട്ട് കഴിഞ്ഞ് ഇതുപോലുള്ള നടിയൽ രീതികളുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.